തമിഴ്നാടും കേരളവും ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു സുന്ദരിയാണ് വാൽപ്പാറ. കേരളത്തിൽ നിന്നും തൃശൂർ ആതിരപ്പള്ളി വഴിയും തമിഴ്നാട്ടിലൂടെയാണെങ്കിൽ പൊള്ളാച്ചി ആനമല ആളിയാർ ഡാം വഴിയുമാണ് വാൽപ്പാറയിലേക്കുള്ള റൂട്ട്. ഇന്നത്തെ പ്രയാണം പൊള്ളാച്ചി ആളിയാർ ഡാം വഴി വാൽപ്പാറയിലേക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വാൽപ്പാറയുടെ ഹൈറേഞ്ചിലേക്കുള്ള ഈ മഴക്കാല യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയായിരിക്കും. പ്രകൃതിയുടെ എല്ലാ ചേരുവകളും ഒത്തിണങ്ങുന്ന ഒരു ഏഴാം സ്വർഗം തന്നെയാണ് വാൽപ്പാറ. ചുരം കയറി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്ന സ്പോട്ടാണ് മങ്കി ഫാൾസ് എന്ന പേരുള്ള ഒരു വെള്ളച്ചാട്ടം. 50 രൂപയാണ് അകത്തേക്ക് കടക്കുവാനുള്ള എൻട്രി ഫീസ്. പ്രകൃതിദത്തമായ ഒരു വാട്ടർഫാളാണിത്. ഇവിടം അത്ര അപകടകാരിയൊന്നുമല്ല. മലയിൽ തട്ടിത്തെറിച്ചെത്തുന്ന വെള്ളം താഴെയുള്ള ഒരു ചെറിയ പോണ്ടിലൂടെ ഒഴുകി അകലുന്നു. കുളിക്കാനും വസ്ത്രം മാറാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന മിക്ക സഞ്ചാരികളും ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് മനസ്സും ശരീരവും തണുപ്പിച്ച ശേഷം മാത്രമാണ് വാൽപ്പാറയുടെ ചുരം കയറാൻ ആരംഭിക്കുന്നത്. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 40 ഹെയർപിൻ ബെൻഡുകളോടുകൂടിയ അതിമനോഹരമായ ഒരു ഹൈ റേഞ്ച് പാതയാണ്. ഈ പാതയിൽ കാടും കാട്ടരുവിയും മലകളും വെള്ളപ്പാച്ചിലും തേയിലത്തോട്ടങ്ങളും മഞ്ഞുമൂടുന്ന ആകാശഭംഗിയും എന്നുവേണ്ട പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 9ാമത്തെ ഹെയർപിൻ ബെൻഡിൽ നിന്നും ആളിയാർ ഡാമിന്റെ അതിമനോഹരമായ ഒരു അപ്പർ വ്യൂ കാണാം. ഇവിടെ നിന്ന് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല, അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്പോട്ട്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമായ വരയാടുകൾ വാൽപ്പാറയുടെ വനപാതയിലെ ഒരു നിത്യകാഴ്ച തന്നെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നേരെ ചെന്നെത്തുന്നത് വാട്ടർഫാൾ എന്നു പേരുള്ള ഒരു ടീ ഷോപ്പിനടുത്താണ്. വാൽപ്പാറയുടെ ഹൈറേഞ്ചിൽ അതിമനോഹരമായ ഒരു ഇടത്താവളം തന്നെയാണ് ഈ പ്ലേസ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ വാൽപ്പാറയുടെ മറ്റൊരു സൗന്ദര്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കുന്നിൻ ചെരുവുകളിലെ തേയില തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള റൈഡ് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനുമപ്പുറം അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മലമടക്കുകൾക്ക് മുകളിലൂടെ ഒഴുകി നടക്കുന്ന മേഘപാളികൾ മിനിറ്റുകൾക്കകം വ്യത്യസ്തമായ കാലാവസ്ഥ സമ്മാനിക്കുന്നു എന്നതാണ് വാൽപ്പാറയുടെ മറ്റൊരു പ്രത്യേകത. പെയ്തിറങ്ങുന്ന മഴയ്ക്ക് ശേഷം മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കോടമഞ്ഞിൽ യാത്ര ചെയ്യാനാണ് മിക്ക സഞ്ചാരികളും വാൽപ്പാറയിൽ എത്തുന്നത്. ആ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ചുരം ഇറങ്ങുന്ന വഴിക്ക് മലയിടുക്കുകളുടെ താഴ്വരയിൽ മേഘപാളികൾ തീർത്ത ക്ലൗഡ് ബെഡും കണ്ട് സൂര്യൻ സന്ധ്യയ്ക്ക് വഴിമാറുന്ന സായാഹ്ന കാഴ്ചയും ആസ്വദിച്ച് ഇന്നത്തെ പ്രയാണം പൂർത്തിയാക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ചില യാത്രാ വിശേഷങ്ങളുമായി കാണാം.